ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിച്ചു. ഇപ്പോൾ സ്ഥിരം ആദ്യം വീഡിയോ തുടങ്ങുന്നത് വിളക്ക് കത്തിച്ചിട്ട് കാണിച്ചിട്ടുള്ളതാണല്ലേ. ഇപ്പോൾ നമ്മൾ ശബരിമലയിൽ പോകാൻ മാലയിട്ട് കഴിഞ്ഞാൽ ഒട്ടുമിക്ക വീടുകളിലും വീട്ടിൽ അമ്മമാർ രാവിലെ എഴുന്നേൽക്കുക, കുളിക്കുക, വിളക്ക് കത്തിക്കുക, ആ ഒരു രീതിയായിരിക്കും. അപ്പോൾ അത് ആ ഒരു രീതിയിൽ പോയ ആളുകൾക്ക് മനസ്സിലാകാം രാവിലെ എന്തായിരിക്കും ആ വീട്ടിലെന്ന്. അപ്പോൾ ഒരു എന്താ പറയുന്ന വിളക്ക് കത്തിക്കുക ആ ഒരു രീതിയായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ രാവിലെ എഴുന്നേറ്റുടനെ ഈ വിളക്ക് കത്തിക്കുന്നതെന്ന് കാണിക്കുന്നത്. അപ്പോൾ ഏകദേശം സമയം 5:30 ആയിട്ടുണ്ട് കേട്ടോ. കണ്ണൻകുട്ടൻ എഴുന്നേറ്റിട്ടുണ്ട്. ഞാൻ 4 മണിയാകുമ്പോൾ എഴുന്നേറ്റ് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചു. ഒരു 5:30 ആയപ്പോഴത്തേക്കും കണ്ണൻകുട്ടൻ എഴുന്നേറ്റു, പൊന്നുകുട്ടി എഴുന്നേറ്റു. വെട്ടം വീണിട്ടില്ല. അപ്പം ഞങ്ങൾ ഇന്ന് ആലപ്പുഴയ്ക്ക് പോകുന്നുണ്ട്. മക്കളെ രണ്ടുപേരും നേരത്തെ എഴുന്നേറ്റ് കേട്ടോ. അതുകൊണ്ട് പ്രായശ്നം കുളിക്കാൻ എന്തായാലും പോയി. ആ സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി. ഇഡ്ഡലിയും ചമ്മന്തിപ്പൊടിയുമാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പുറത്തുനിന്നൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റത്തില്ലല്ലോ, വ്രതമല്ലേ, അതുകൊണ്ട്. അപ്പോൾ ഇഡ്ഡലിയും ചമ്മന്തിപ്പൊടിയൊക്കെ പാത്രത്തിലാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചായ ഇട്ടു. എനിക്ക് നൈഷണം ഇതുപോലെ 2 പാത്രത്തിൽ ഇഡ്ഡലിയൊക്കെ ആക്കി എടുത്ത് കേട്ടോ. ചമ്മന്തിപ്പൊടിയും എല്ലാം ഡിപ്പാത്രത്തിലാക്കി സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്ന് ഇച്ചിരി വെട്ടമൊക്കെ വീണ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. കാരണം വെട്ടം വീണിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കുഞ്ഞുങ്ങളെ കൊണ്ട് സ്കൂട്ടറിലാണല്ലോ പോകുന്നത്, അതുകൊണ്ട് മഞ്ഞും ആണല്ലോ, നല്ല മഞ്ഞാണ് കേട്ടോ, നല്ല തണുപ്പുണ്ട്. പക്ഷേ ആ തണുപ്പ് ഒരു പ്രത്യേക സുഖമുണ്ട്. നിങ്ങൾക്ക് സൂം ചെയ്ത് ഞാൻ കാണിച്ചതിന് വേണ്ടിയാണ്. ഒരു പുക പോലെ, ഒരു സ്മോക്ക് ഇങ്ങനെ നിൽക്കുന്ന കണ്ടോ, അത് മഞ്ഞാണ് കേട്ടോ. നമ്മുടെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ പാടവും പറമ്പൊക്കെ ഉള്ളൊരു ഏരിയയാണ്. അപ്പോൾ നന്നായിട്ട് മഞ്ഞ് നന്നായിട്ട് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ പോകുമ്പം ആ ഒരു തണുപ്പെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ വിറയ്ക്കുന്ന തണുപ്പും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് കുഴപ്പമില്ല, ഒരു കൂളിംഗ് ഉണ്ട്. എന്തായാലും നല്ല സുഖം ഉണ്ടായിരുന്നു. എന്തായാലും രാവിലത്തെ യാത്ര ഞാനപ്പോൾ പറയുകയും ചെയ്തു, നല്ല രസമുണ്ടല്ലേ നമ്മളിങ്ങനെ പോകുമ്പോൾ. ഒരു 6:30-7 മണി ആയിട്ടുള്ളൂ. സൂര്യൻ അങ്ങ് ഉദിച്ച് വരുന്നതേ ഉള്ളൂ. നമ്മുടെ ആകാശം കണ്ടോ, നല്ല ഓറഞ്ച് കളറിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുവാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ സീനൊക്കെ കാണാൻ പറ്റുമോ പൊന്നോ എന്നൊക്കെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കണിച്ചുളങ്ങര വഴി, ഞങ്ങൾ പടിഞ്ഞാറൻ വഴിയാണ് കേട്ടോ പോകുന്നത്. മെയിൻ റോഡ് കയറാതെ പടിഞ്ഞാറൻ വഴിയാണ് പോകുന്നത്. അത് കണിച്ചുളങ്ങര അമ്പലമാണ് കേട്ടോ ഇപ്പോൾ കണ്ടോ. ആ ഒരു കിഴക്ക് ഭാഗമാണ് കേട്ടോ, നല്ല ഓറഞ്ച് ഷെയ്ഡിലിരിക്കുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ആദ്യം വന്നത് പതിയാങ്കുളങ്ങര അമ്പലത്തിലാണ് കേട്ടോ. നമ്മുടെ ST കോളേജിനടുത്ത്, കളർകോട് ST കോളേജിനടുത്ത് പതിയാങ്കുളങ്ങര അമ്പലം. ഇവിടെ എൻ്റെ പൊന്നുകുട്ടിയും രാജേഷനും മലയ്ക്ക് പോകാൻ മാല ഇട്ടതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ ശബരിമല സീരീസ് കണ്ടവർക്ക് മനസ്സിലാകും എല്ലാ ക്ഷേത്രങ്ങളും, ഞാൻ കൊച്ചിലെ നടന്ന എല്ലാ ക്ഷേത്രങ്ങളിലും ഇവരെ കൊണ്ടുവന്ന് ഞാൻ തൊഴിയിക്കും കേട്ടോ. കഴിഞ്ഞ വർഷം എല്ലായിടത്തും പോയായിരുന്നു, ഈ വർഷം അതുപോലെ പോകാൻ സാധിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾ പതിയാങ്കുളങ്ങര അമ്പലത്തിലാണ് കേട്ടോ വന്നത്. ഒരു 8 മണി ആയിട്ടില്ല കേട്ടോ, ആളുകളൊക്കെ വന്ന് ഒന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. അവിടെ ആണെങ്കിൽ സപ്താഹവും കൂടെ ആയിരുന്നു കേട്ടോ. അങ്ങനെ എല്ലായിടവും തൊഴുത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഈ അമ്പലത്തിൽ വരുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയായിട്ടാണ് ഞാൻ കൂടുതൽ ഈ അമ്പലത്തിൽ വന്നിരിക്കുന്നത്. ഇവിടെ നാരങ്ങ വിളക്ക് ഒരു വഴിപാടൊക്കെ ഉണ്ട്. അത് അവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ്. വെള്ളിയാഴ്ച ദിവസമാണ് കേട്ടോ ഞങ്ങൾ പോയ. വെള്ളിയാഴ്ച ദിവസം അവിടുത്തെ മെയിൻ വഴിപാടാണ് കേട്ടോ നാരങ്ങ വിളക്ക്. അപ്പം അവിടെ അതൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ കളർകോട് അമ്പലത്തിലാണ് കേട്ടോ വന്നത്. കളർകോട് അമ്പലം എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വരുന്നത് ഇവിടെ മഹാദേവനാണ് കേട്ടോ പ്രതിഷ്ഠ. ഇവിടെ വരുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ ആ ഒരു അപ്പൂപ്പനായിട്ടാണ് കേട്ടോ കൂടുതൽ ഞാൻ ഈ കളർകോട് അമ്പലത്തിൽ വന്നിരിക്കുന്നത്. കുഞ്ഞിലെ അപ്പൂപ്പൻ്റെ, ഈ പൊന്നുകുട്ടിയെക്കാളിലും കൊച്ചായിരുന്ന സമയത്ത് അപ്പൂപ്പൻ്റെ കൂടെ ഇവിടെ എവിടെ എന്തൊക്കെ മാറിയാലും ഞാൻ എല്ലാ വർഷവും ഉത്സവത്തിനൊക്കെ മാക്സിമം വരും കേട്ടോ. വേറെ തടസ്സങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ കഴിയുന്നതും ഇവിടെ ഉത്സവത്തിനൊക്കെ വരാറുണ്ട് കേട്ടോ. ഭഗവാൻ എന്തോ എനിക്കറിയില്ല, പണ്ട് അപ്പൂപ്പൻ പറയുമായിരുന്നു ഇവിടെ ഇരിക്കുന്ന മഹാദേവൻ്റെ പ്രതിഷ്ഠയാണ്, ഭഗവാൻ നമ്മുടെയൊക്കെ അച്ഛനാണെന്ന് എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. പണ്ട് കൊച്ചിലെ അപ്പൂപ്പൻ്റെ കയ്യിൽ പിടിച്ചിങ്ങനെ വരുമായിരുന്നു, പൊന്നുകുട്ടീനെക്കാട്ടിലും കൊച്ചായിരുന്ന സമയത്തൊക്കെ. അപ്പൂപ്പൻ വൈകിട്ട് നടക്കാൻ ഇറങ്ങുന്നത് ഇതുപോലെ
അമ്പലത്തിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അപ്പം പറയും അച്ഛനാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് പറയും. അത് കേട്ട് 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 എൻ്റെ മനസ്സിലും എൻ്റെ അച്ഛനാണ് ഇവിടെ ഇരിക്കുന്നത്. എനിക്കും അങ്ങനെ ഒരു ഫീലിംഗ് ആണ് കേട്ടോ മഹാദേവൻ്റെ അടുത്ത് വരുമ്പോൾ. അത്രയ്ക്ക് പ്രിയപ്പെട്ടൊരു അമ്പലമാണിത്. എനിക്ക് അപ്പൂപ്പൻ്റെ ആ ഒരു ഓർമ്മയും പിന്നെ എനിക്കറിയില്ല, ഉത്സവ സമയത്തൊക്കെ 10 ദിവസമൊക്കെ ഉത്സവത്തിന് വരും കേട്ടോ. അപ്പോൾ എനിക്ക് പണ്ടത്തെ ആപ്പിൾ ബലൂണൊക്കെ അപ്പൂപ്പൻ മേടിച്ച് തരുമായിരുന്നു കേട്ടോ. അതിങ്ങനെ കുലുക്കി 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 നടക്കുമായിരുന്നു. ഒരു പ്രത്യേക സന്തോഷമായിരുന്നു. എനിക്ക് ഇവിടെ വരുമ്പോൾ അതൊക്കെ ഓർമ്മ വരും. ഞാൻ പൊന്നുകുട്ടിയോട് ഇതൊക്കെ പറയും. കണ്ണൻകുട്ടനോട് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ഒരു പ്രായമാകത്തോണ്ട് അവനോട് ഇതൊന്നും പറയത്തില്ല, വായും പൊളിച്ച് നിൽക്കത്തേ ഉള്ളൂ കേട്ടോ. പൊന്നുകുട്ടിയോട് ഇതെല്ലാം ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും കേട്ടോ. ഞാനിങ്ങനെ പറയുമ്പോൾ തന്നെ പറയും, ഇപ്പം നിങ്ങൾക്കും എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും അവൾ തുടങ്ങിയ ആളുടെ അപ്പൂപ്പനമ്മൂമ്മ കഥയെന്ന് പറയും. അതുപോലെ തന്നെ കേട്ടോ പൊന്നുകുട്ടിയും അമ്മയുടെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും കാര്യം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ കാര്യം എത്ര പറഞ്ഞാലും തീരത്തില്ല കേട്ടോ. അത്രയ്ക്ക് ഒരു ഗോഡ് ഗിഫ്റ്റ് എന്ന് പറയുന്ന 2 വ്യക്തികളായിരുന്നു അപ്പൂപ്പനും അമ്മയും. അതിന് ശേഷം അവിടെ നിന്നൊക്കെ തൊഴുതതിന് ശേഷം ഞങ്ങൾ വണ്ടാനത്ത് അയ്യപ്പൻ്റെ അമ്പലത്തിൽ വന്നു. വണ്ടാനം മെഡിക്കൽ കോളേജിന് അടുത്താണ് കേട്ടോ. TD നമ്മൾ പഠിക്കുന്ന കോളേജില്ലേ, അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് ഈ അമ്പലം കേട്ടോ. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ ഇതുവരെ ഇവിടെ വന്ന് വീഡിയോ ഞാൻ എടുത്ത് ആരെയും കാണിച്ചിട്ടില്ല. ഇവിടെ അയ്യപ്പനാണ്, ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രമാണ് ഇവിടെ. അയ്യപ്പനാണ് പ്രതിഷ്ഠ. എൻ്റെ അച്ഛനിവിടെയാണ് കേട്ടോ ജോലി ചെയ്യുന്നത്. എൻ്റെ അച്ഛൻ ഇവിടെ തിരുമേനിയുടെ കൂടെയും അല്ലാതെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ട് നിൽക്കുന്നത് ഇവിടെയാണ്. ഈ അമ്പലം ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ഇതിലാണ് കേട്ടോ, കൺട്രോളിലാണ്. നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ കാടെന്ന് വേണമെങ്കിൽ പറയാം. വണ്ടാനം കാട്. ആലപ്പുഴ ജില്ലയിലുള്ളവർ ഇപ്പോൾ ആലപ്പുഴയിലൊക്കെ അറിയാവുന്ന ആളുകൾക്ക് അറിയായിരിക്കും. നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ കാടില്ല, പക്ഷേ ഉണ്ട് കേട്ടോ. നമ്മുടെ വണ്ടാനത്താണ് ഈ കാട്. ഇതിപ്പോൾ കുറേയൊക്കെ മാറി, പക്ഷെ നേരത്തെ നിറച്ച് കുരങ്ങനും നല്ല കാടായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ. ഇപ്പോൾ ഒരുപാട് മരങ്ങളൊക്കെ വെട്ടിയെന്ന് തോന്നുന്നു. അധികം മരങ്ങളൊന്നും കാണുന്നില്ല. പക്ഷെ നല്ല ഇതിൻ്റെ കിഴക്ക് വശത്ത് ഒരു സർപ്പക്കാവുണ്ട്. അവിടെ നല്ല കാടാണ് കേട്ടോ. ഇവിടെയൊക്കെ വെച്ചാണ് നമ്മുടെ ഡ്രാക്കുള സിനിമയില്ലേ, സിനിമയൊക്കെ ഷൂട്ട് ചെയ്തത്. വേറെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ മോഹൻലാലിൻ്റെയൊക്കെ ഒരു പടമുണ്ട്. ആ പടമൊക്കെ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. എനിക്ക് ആ പടത്തിൻ്റെ പേര് ഓർമ്മ കിട്ടുന്നില്ല. ഇതൊരു ഫേമസ് ഫിലിമാണ്. പണ്ടത്തെ ഒരു ഫിലിമാണ് കേട്ടോ. വർഷങ്ങളായി. മുരളിയൊക്കെ ആയിട്ട് അഭിനയിച്ച പാർട്ടി അങ്ങനെ എന്തോ സംഭവം, സഖാക്കളായിട്ടുള്ള എന്തോ ഒരു സിനിമയാണ്. ഞാനത് പേര് ഓർക്കുന്നില്ല. എന്തായാലും ഇത് കാടാണ് കേട്ടോ. ഇത് നമ്മളിപ്പോൾ പോകുന്നത് ഒരു മഹാദേവൻ്റെ അമ്പലനടയിലോട്ടാണ് കേട്ടോ. വണ്ടാനം അമ്പലത്തിൻ്റെ പുറകു വശത്താണ്. കുറച്ച് ആളുകൾക്കൊക്കെ അറിയായിരിക്കും, എനിക്കറിയില്ല കൂടുതൽ ആളുകൾക്ക് അറിയാവോ എന്നെനിക്കറിയില്ല. എന്നാലും അറിയാത്ത ആളുകൾ ഒന്ന് ഈ സ്ഥലത്ത് വരുവാണെങ്കിൽ, അയ്യപ്പൻ്റെ അമ്പലത്തിൽ വരികയാണെങ്കിൽ ഒന്ന് പുറകോട്ട് നടക്കണം, പടിഞ്ഞോട്ട് വഴിയുണ്ട് കേട്ടോ. പണ്ട് ഈ വഴി ഇത്രയും വീതിയൊന്നുമില്ലായിരുന്നു, നിറച്ച് പുല്ലൊക്കെ ആയിരുന്നു കേട്ടോ. കാട് പിടിച്ച് കിടക്കുമായിരുന്നു. ഈ കാടാരും വൃത്തിയാക്കാനൊന്നും പോകത്തില്ല കേട്ടോ, കാരണം ഇത് ഫോറസ്റ്റിൻ്റെ ഇതിലാണ്. ആരും ആ കാട് വൃത്തിയാക്കാനോ ഒന്നും പോകത്തില്ല. അത് ആ ഒരു രീതിയിൽ തന്നെയാണ് കിടക്കുന്നത്. പിന്നെ ഉത്സവമൊക്കെ വരുമ്പോൾ ഒന്ന് ആ നടപ്പാതയൊന്ന് വൃത്തിയാക്കി കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ ആളുകൾ. അല്ലാതെ നമുക്ക് കൂടുതൽ കയറി ആർക്കും ഇവിടെ വൃത്തിയാക്കാനോ ഒന്നും പറ്റത്തില്ല. ഇത് മഹാദേവൻ്റെ നടയാണ് കാണുന്നത്. അത്യാവശ്യം നല്ല ദൂരമുണ്ട്. എല്ലാവരും ഒന്ന് പറ്റുന്ന നമ്മുടെ ആലപ്പുഴ ജില്ലയിലുള്ളവർ നമ്മുടെ വീഡിയോസ് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആലപ്പുഴയിലെ കാടൊന്ന് സന്ദർശിക്കാൻ വരണം കേട്ടോ. നല്ല കൂളിംഗ് ആണ് കേട്ടോ. ഒരു പ്രത്യേക മണവും ഈ കശുവണ്ടി മാവിൻ്റെയൊക്കെ മണമാണ് കേട്ടോ. നല്ല എനിക്കറിയത്തില്ല, നല്ല കശുവണ്ടി മാങ്ങയുടെയൊക്കെ ഒരു മണവും ഒരു പ്രത്യേക സുഖം, നല്ല കൂളിങ്ങുമാണ് കേട്ടോ. നമ്മുടെ ആലപ്പുഴയിൽ ഇങ്ങനെ ഒരു ഇതുള്ളത് ആർക്കും ഒട്ടുമിക്ക ആളുകൾക്ക് അറിയാവുന്നവരും ഉണ്ടാവും, അറിയാത്തവരും കാണും കേട്ടോ. പക്ഷെ നല്ല സുഖമാണ് കേട്ടോ എന്തായാലും. പക്ഷെ കഴിവതും രാവിലെ വരണം. വൈകിട്ട് 6 മണിക്ക് ശേഷം ഇങ്ങോട്ട് പോകുന്ന അത്ര സേഫ് അല്ല. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ അവിടെയൊക്കെ തൊഴുതതിന് ശേഷം ഞങ്ങൾക്ക് എള്ള് പായസം കിട്ടി. തിരുമേനി എള്ള് പായസം കൊണ്ട് തന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാട്ടോ ഈ എള്ള് പായസം. നല്ല ടേസ്റ്റ്. അയ്യപ്പൻ്റെ പ്രധാന വഴിപാടാണ് കേട്ടോ. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊണ്ട് തന്നതാണ് കേട്ടോ തിരുമേനി. അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നപ്പോഴൊക്കെ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് എള്ള് പായസമൊക്കെ കഴിച്ചിട്ട് നേരെ എൻ്റെ വീട്ടിലോട്ട് പോയി. എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പൊന്നുകുട്ടിയുടെ ഊഞ്ഞാൽ, പൊന്നുകുട്ടി കുഞ്ഞായിരുന്നു, അപ്പം
എൻ്റെ അച്ഛൻ കെട്ടിക്കൊടുത്ത ഊഞ്ഞാലാണ് കേട്ടോ. അതിലാടിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൻകുട്ടൻ. അങ്ങനെ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചൊരു 12 മണിയായപ്പോൾ ഞങ്ങൾ നേരെ അറവാട് അമ്പലത്തിൽ വന്നു കേട്ടോ. ഇവിടെ കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കടും പായസം അറുവാട് അമ്മയുടെ പ്രധാനപ്പെട്ടൊരു വഴിപാടാണ് കേട്ടോ, കടും പായസം. അപ്പം എനിക്കത് വഴിപാടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ തൊഴുത് 1 മണി സമയത്ത് വലിയൊരു പൂജയൊക്കെ കഴിഞ്ഞിട്ട് നട തുറക്കും. ആ സമയത്തൊരു ഭയങ്കര രസമാട്ടോ അറുവാട് ആ ഒരു നടയിൽ നിൽക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഉണ്ണാനായിട്ട് ക്യൂ നിന്നു. ഒരു മണിയൊക്കെ ആയപ്പോൾ ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ട് 2:30 ആയി കാണും കേട്ടോ. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ചോറൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ കളർകോട് അവിടെ ഒരു സർപ്പക്കാവുണ്ട്, അവിടെയൊക്കെ പോയി പ്രാർത്ഥിച്ച്, ആ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. അവിടെയൊക്കെ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്, ചേർത്തലയ്ക്ക്. അപ്പോൾ എനിക്കൊരാഗ്രഹം മുല്ലയ്ക്ക വഴി വരണമെന്ന്. അങ്ങനെ ഞങ്ങൾ മുല്ലയ്ക്ക വഴിയാണ് കേട്ടോ വന്നത്. ഇത്തവണ എനിക്ക് മുല്ലയ്ക്ക ചിലപ്പോൾ അങ്ങോട്ട് സങ്കടം തോന്നിയ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഭീമയുടെ ആ AVJ ജംഗ്ഷനിൽ ഒരു വലിയ ലൈറ്റൊക്കെ വെക്കത്തില്ല, LED ബൾബിൽ ഗോപുരം, അതില്ല കേട്ടോ. അത് ഭയങ്കര ഒരു വിഷമമായിപ്പോയി. എങ്കിലും ഒരു പ്രത്യേകതയാണല്ലേ, നമ്മുടെ ആലപ്പുഴക്കാരുടെ വികാരമാണല്ലേ മുല്ലയ്ക്കച്ചെറുപ്പെന്ന് പറയുന്നത്. രാജേഷിന് ചോദിക്കും എന്താണ് ഈ മുല്ലയ്ക്കച്ചെറുപ്പ്. നമ്മുടെ എന്താ പറയുന്ന വിദ്യാരംഭം വരെ നടക്കും, എന്നിട്ട് കടങ്ങാമ്പുറം വരെ നടക്കും. ഈ നടപ്പല്ലാതെ ഇതിനകത്ത് ഞാനൊന്നും കാണുന്നില്ല. അന്നാ വല്ലതുമൊക്കെ മേടിക്കുമോ? ഒന്നും മേടിക്കത്തില്ല. ഈ ഒരു പാട്ടിൻ്റെയും താളത്ത് അവിടെ നമ്മൾ നടക്കുമ്പോൾ രാത്രി സമയത്ത് വരണം, സന്ധ്യ കഴിഞ്ഞ് വേണം മുല്ലയ്ക്കച്ചെറുപ്പിന് പോകാനായിട്ട്. അപ്പോൾ പാട്ടും അല്ലേ, നല്ലൊരു അതൊരു പ്രത്യേക സുഖം തന്നെയാണ് അല്ലേ മുല്ലയ്ക്കച്ചെറുപ്പ്. അപ്പോൾ പൊന്നുകുട്ടിയും രാജേഷനും ശബരിമലയ്ക്ക് പോയതിൻ്റെ വിശേഷങ്ങളൊക്കെ അവർ പോയിട്ട് വന്നിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം ഞങ്ങളിനി തിരിച്ച് ചേർത്തലയിലോട്ട് പോവുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ കണ്ട്. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ശബരിമലയിൽ പോയിട്ട് വന്നിട്ട് അതിൻ്റെയൊക്കെ വീഡിയോസ് ഇടാം കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.